In part 1, we discussed about dimensions and dimensional homogeneity. In this section, we are going to discuss about Rayleigh method of dimensional analysis. There are two methods of dimensional analysis: Rayleigh method and Buckingham's pi method. In this section, we are going to discuss Rayleigh method of dimensional analysis. Method of dimensional analysis. Dimensions use ചെയ്തുകൊണ്ട് എങ്ങനെ dimensional analysis ചെയ്യാം. If the number of variables involved in a physical phenomenon are known, then the relation among the variable can be determined by following two methods. First method is Rayleigh method and second method is Buckingham's pi theorem. അപ്പോൾ ഒരു ഫിസിക്കൽ ഫിനോമിനലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്കറിയാമെങ്കിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻസ് ഫോം ചെയ്തെടുക്കുന്ന മെത്തേഡ്സുകളാണ് dimensional analysis. There are two methods, Rayleigh method and second method by Buckingham's pi theorem. അപ്പോൾ Rayleigh's method നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. But this method is used for determining the expression for a variable which depends upon maximum 3 or 4 variable only. ഇപ്പോൾ ഒരു ഫിസിക്കൽ ഫിനോമിനലിൽ 3 or 4 കുറവാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ നമ്പർ എങ്കിൽ മാത്രമാണ് Rayleigh മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇഫ് it is more than 4, physical quantities more than 4 ആണെങ്കിൽ then it is very difficult to find the expression for dependent variable എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഇക്വേഷൻ, ഒരു ഫിസിക്കൽ ഫിനോമിനൻ Q is equal to A into V. Q is discharge, A is area, V is velocity. അപ്പോൾ ഒരു ഫിസിക്കൽ ഫിനോമിനലിൽ Qയും Aയും Vയും ഇങ്ങനെ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെന്ന് നമുക്കറിയാം. ബട്ട് അത് തമ്മിലുള്ള റിലേഷൻ നമുക്കറിയില്ല. Q is equal to AV ആണോ, Q is equal to A/V ആണോ, എങ്ങനെയാണെന്നുള്ള റിലേഷൻ നമുക്കറിയില്ല. അപ്പോൾ അത് നമ്മളുടെ റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് ചെയ്യാണ്. ഇതിൽ Q എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. Q is depend upon A and V and A and V are independent variable. Rayleigh മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. If x is a variable that depends upon independent variable x1 and x2 and x3, then according to Rayleigh method, the functional equation can be written as x is a function of x1, x2 and x3. അപ്പോൾ Q, നമ്മൾ എക്സാമ്പിൾ Q പറയുകയാണെങ്കിൽ Q is a function of A into V. അപ്പോൾ x ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്, x1, x2, x3 are independent variable. Then this equation also can be written as x equal to k into x1 raised to a, x2 raised to b, x3 raised to c. ഓരോ ആർബിട്രറി പവേഴ്സ് കൊടുക്കാം, ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും ഓരോ ആർബിട്രറി പവേഴ്സ് കൊടുക്കാം, എ ബി ആൻഡ് സി എന്ന് പറഞ്ഞ പവേഴ്സ് കൊടുക്കാം. ആൻഡ് വെർ കെ ഈസ് കോൺസ്റ്റൻറ്റ്. ദെൻ സിമ്പിൾ മെത്തേഡാണ്. എങ്ങനെയാണ് ഈ ഇത് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുന്നത് നോക്കാം. The value of A, B, C are obtained by comparing the powers of the fundamental dimensions on both sides. Thus the expression is obtained for the dependent variable. അപ്പോൾ എക്സിൻ്റെ എക്സ് ഇൻ ടേംസ് ഓഫ് x1, x2, x3 നമുക്ക് എക്സ്പ്രഷൻ കറക്റ്റായിട്ടുള്ള എക്സ്പ്രഷൻ കിട്ടണമെങ്കിൽ ഇതിലുള്ള ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റി എക്സിൻ്റെ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് നമുക്കറിയാം. MLT ഇൻ ടേംസ് ഓഫ് MLTയിൽ നമ്മൾ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ എഴുതുന്നു. ദെൻ ഓരോന്നിൻ്റെയും x1, x2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള x1, x2, x3 ഓരോന്നിൻ്റെയും ഡയമെൻഷൻസ് എഴുതാം. അപ്പോൾ x1 ഈസ് ഏരിയ ആണെങ്കിൽ നമുക്ക് ഡയമെൻഷൻസ് L² എന്ന് എഴുതാം. ഇനി x2 ഈസ് വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡയമെൻഷൻ LT-1 എഴുതാം. അപ്പോൾ ഇവിടെ L² all raised to A എന്ന് വരും, ഇവിടെ LT-1 all raised to B എന്ന് വരും. അങ്ങനെ രണ്ട് ഭാഗത്തും ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് ഉണ്ടാവും. ഇവിടെ MLT ഉണ്ടാവും, റൈറ്റ് സൈഡിലും MLTയിലും ഉണ്ടാവും. എമ്മിൻ്റെ പവേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക, എല്ലിൻ്റെ പവേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക, ടീൻ്റെ പവേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ രണ്ട് സൈഡിലുള്ള എമ്മിൻ്റെ പവേഴ്സും ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് A, B ആൻഡ് സിയുടെ വാല്യൂസ് കിട്ടും. ദെൻ ദ ഇക്വേഷൻ ക്യാൻ ബി expressed in terms of x is equal to x1 raised to
എ ആൻഡ് x2 റേസ് ടു ബി ആൻഡ് x3 റേസ് ടു സി. ഇങ്ങനെയാണ് റെയ്ലീക്ക് മെത്തേഡിൽ ഡയമെൻഷണൽ അനാലിസിസ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ഡിസ്ചാർജ് Q in an open channel flow when Q is depends on area A and velocity V. അപ്പോൾ ഒരു ഓപ്പൺ ചാനൽ ഫ്ലോയിലുള്ള ഡിസ്ചാർജ് ക്യൂവിൻ്റെ എക്സ്പ്രഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്യൂ ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ഏരിയ എ ആൻഡ് വെലോസിറ്റി വി. ക്യൂവിൻ്റെ ഇക്വേഷൻ നമുക്കറിയില്ല. ക്യൂ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്, വിച്ച് ഈസ് ഡിപ്പെൻഡ് ഓൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഏരിയ എ ആൻഡ് വെലോസിറ്റി വി. നമ്മൾ ആദ്യം റെയ്ലീക്ക് മെത്തേഡിലെ ഫംഗ്ഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുക, ഇക്വേഷൻ ഒരു ഫംഗ്ഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. ക്യൂ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു എ ആൻഡ് വി റേസ് ടു ബി, വേർ കെ ഈസ് എ നോൺ ഡയമെൻഷണൽ കോൺസ്റ്റൻറ്റ്. കെക്ക് ഡയമെൻഷൻ ഒന്നുമില്ല, ഒരു കോൺസ്റ്റൻ്റ് ആണ്. ദെൻ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം ഇൻ ഇക്വേഷൻ 1. ഫസ്റ്റ് ഈ ഇക്വേഷനിലുള്ള എല്ലാ ടേമിൻ്റെയും ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ടേംസിൻ്റെ ഡയമെൻഷൻസും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസും കണ്ടുപിടിക്കാം. ആദ്യം ഡയമെൻഷൻ ഓഫ് ക്യൂ. ക്യൂ ഈസ് ഡിസ്ചാർജ്. ഡിസ്ചാർജ് ഈസ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ഡിസ്ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ, ദാറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ലെങ്ത്, എൽ ക്യൂബ്. ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈം ആണ്, എൽ ക്യൂബ് ഡിവൈഡ് ബൈ ടൈം, ദാറ്റ് ഈസ് എൽ ക്യൂബ് ടി മൈനസ് 1. ഇതാണ് ഡയമെൻഷൻ ഓഫ് ഡിസ്ചാർജ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുമ്പേ ഡയമെൻഷൻസ് എല്ലാ ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷൻസ് പഠിച്ചിരിക്കണം. ഡയമെൻഷൻസ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റൂ. Then dimensions of area, we know area is length into length. Then dimensions of area is L square. The dimensions of velocity, velocity is distance divided by time, that is L by T, that is equal to LT minus 1. ഇപ്പോൾ മൂന്ന് ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷൻസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ഡയമെൻഷൻസ് വെച്ചുകൊണ്ട് ദ ഇക്വേഷൻ ഫോം ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ. എം എൽ ക്യൂബ് ടി റൈസ് ടു മൈനസ് 1. ഇവിടെ എം എന്ന് പറഞ്ഞൊരു ഡയമെൻഷൻ ഇല്ല, അതുകൊണ്ടാണ് എം റൈസ് ടു 0 എന്ന് കൊടുത്തത്. എൽ ക്യൂബ് ടി മൈനസ് 1 ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എൽ സ്ക്വയർ, അതായത് ഫസ്റ്റ് ടേം ഓൾ റൈസ് ടു എ റൈസ് ടു എ ആൻഡ് വി റൈസ് ടു ബി എന്നാണ് നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ എൻ്റെ ഡയമെൻഷൻ എൽ സ്ക്വയർ ആണ്, വിൻ്റെ ഡയമെൻഷൻ എൽ ടി മൈനസ് 1 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എമ്മിൻ്റെ ഡയമെൻഷൻസും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എമ്മിൻ്റെ ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്യുക. അതേപോലെ എമ്മിൻ്റെ ഡയമെൻഷനിലെ എമ്മിൻ്റെ പവേഴ്സും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എമ്മിൻ്റെ പവേഴ്സും ഇക്വേറ്റ് ചെയ്യുക. ലെഫ്റ്റിലുള്ള എല്ലിൻ്റെ പവേഴ്സും റൈറ്റിലുള്ള എല്ലിൻ്റെ പവേഴ്സും ഇക്വേറ്റ് ചെയ്യുക. ലെഫ്റ്റിലുള്ള ടീൻ്റെ പവേഴ്സും റൈറ്റിലുള്ള ടീൻ്റെ പവേഴ്സും ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ ലെഫ്റ്റിൽ എമ്മിൻ്റെ പവർ 0 ആണ്, റൈറ്റിൽ എം എന്ന് പറഞ്ഞ ടേം ഇല്ല, അപ്പോൾ എം നമുക്ക് ഒഴിവാക്കാം. ലെഫ്റ്റിൽ ഇവിടെ എല്ലിൻ്റെ പവർ 3 ആണ്, അപ്പോൾ 3 ഈക്വൽ ടു റൈറ്റിൽ എല്ലിൻ്റെ പവേഴ്സ് വരുന്നത് എൽ സ്ക്വയർ ഓൾ റൈസ് ടു എ എന്നാണ്. അപ്പോൾ എല്ലിൻ്റെ പവർ ഇവിടെ വരുന്നത് 2a, ഇവിടെ വരുന്നത് എൽ റൈസ് ടു ബി ആണ്, അപ്പോൾ ബി 2a പ്ലസ് ബി എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുന്ന നേരം പവേഴ്സ് ഓഫ് ടി ഫസ്റ്റ് ഇവിടെ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത് പവേഴ്സ് ഓഫ് ടി ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പവർ ഓഫ് ടി ഈസ് ഈക്വൽ ടു -1, റൈറ്റ് ഹാൻഡ് സൈഡിൽ പവർ ഓഫ് ടി ഈസ് ഈക്വൽ ടു -b. ഹെൻസ് നമുക്ക് ഇതിന്ന് ബി ഈസ് ഈക്വൽ ടു 1 എന്നുള്ള റിലേഷൻ ഫോം ചെയ്ത് കിട്ടും. നെക്സ്റ്റ് പവേഴ്സ് ഓഫ് എല്ലിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്തത് ലെഫ്റ്റിൽ 3, റൈറ്റിൽ 2a പ്ലസ് ബി. ദെൻ ബീൻ്റെ വാല്യൂ നമ്മളിവിടെ ഓൾറെഡി കണ്ടു, ബി ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2a ഈസ് ഈക്വൽ ടു 3 മൈനസ് ബി, ദറ്റ് ഈസ് ഈക്വൽ ടു 3 മൈനസ് 1 ഈക്വൽ ടു 2. ദെൻ എ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ബിയും എയും കിട്ടി കഴിഞ്ഞു. നെക്സ്റ്റ് ഇക്വേറ്റിംഗ് പവേഴ്സ് ഓഫ് എം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എമ്മിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലില്ല, റൈറ്റ് ഹാൻഡ് സൈഡിലും എം ഇല്ല, അപ്പോൾ അതുകൊണ്ട് എമ്മിൻ്റെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിയും എയും നമുക്ക് കിട്ടി കഴിഞ്ഞു. ഇനി എയും ബിയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എയും ബിയും മാത്രമാണ് നമുക്ക് കാണാനുള്ളത്. എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റൈസ് ടു എ ആണ്, അപ്പോൾ ഇവിടെ എക്ക് 1 കൊടുക്കാം. ആൻഡ് വി റൈസ് ടു ബി ആണ്, വിക്ക് 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്യൂ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ വി, അല്ലെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വി നമുക്ക് ഫോം ചെയ്തെടുക്കാൻ പറ്റും. കെ ഇസ് കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് നമുക്ക് 1 വാല്യൂ കൊടുത്താൽ ക്യൂ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വി എന്ന് നമുക്ക് റിലേഷൻ ഫോം ചെയ്തെടുക്കാൻ പറ്റും.
Another one example is a partially submerged body is towed in water. The resistance capital R to its motion depends on the density rho, viscosity mu of water, and length of the body, velocity of the body, and the acceleration due to gravity. Show that the resistance to the motion can be expressed in the form of R is equal to rho L square V square phi into mu by rho V L into Lg by V square. അപ്പോൾ ഇത്രയും വളരെ വലിയൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒരുപാടുണ്ട്. ആർ, റോ, മ്യൂ, എൽ, വി ആൻഡ് ജി. അപ്പോൾ 4ൽ കൂടുതലാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഓരോന്നും ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നേരം നിങ്ങൾക്ക് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ എല്ലാ ഡയമെൻഷൻസും അറിഞ്ഞിരിക്കണം. ആറിൻ്റെ ഡയമെൻഷൻ അറിയണം, റോൻ്റെ അറിയണം, മ്യൂ അറിയണം, എൽ അറിയണം, വി അറിയണം, ജി അറിയണം. ഓക്കെ, നമുക്ക് റെയിലേക്ക് മെത്തേഡ് വെച്ച് എങ്ങനെ ചെയ്യാം നോക്കാം. റെയിലേക്ക് മെത്തേഡ് വെച്ച് നമ്മൾ ആദ്യം ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്യുക. ദാറ്റ് ഈസ് ആർ ഈസ് ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷൻ ആൻഡ് റോ, മ്യൂ, എൽ, വി, ജി ആർ ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷൻസ്. ദെൻ ഇക്വേഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ആർ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റോ റൈസ് ടു എ, മ്യൂ റൈസ് ടു ബി, എൽ റൈസ് ടു സി, വി റൈസ് ടു ഡി, ജി റൈസ് ടു ഇ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ ഓർഡർ തന്നിരിക്കുന്നത് ആ ഓർഡറിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കാം. ആർ ഈസ് മോഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഡെൻസിറ്റിയാണ് ഫസ്റ്റ് വന്നത്. അപ്പോൾ ഡെൻസിറ്റി റൈസ് ടു എ, ദെൻ മ്യൂ വന്നു, മ്യൂ റൈസ് ടു ബി കൊടുത്തു, ദെൻ എൽ വന്നു, എൽ റൈസ് ടു സി കൊടുത്തു, വി വന്നു, വി റൈസ് ടു ഡി കൊടുത്തു, ജി വന്നു, ജി റൈസ് ടു ഇ കൊടുത്തു. ഇനി നമുക്ക് ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷൻസ് എടുത്ത് എഴുതണം. ഡയമെൻഷൻസ് ഓഫ് ആർ റെസിസ്റ്റൻ്റ് ആണ്. റെസിസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ എം എൽ ടി മൈനസ് 2. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു തരം ഫോഴ്സ് ആണ്, അതുകൊണ്ട് എം എൽ ടി മൈനസ് 2 കൊടുത്തത്. ഡയമെൻഷൻസ് ഓഫ് ഡെൻസിറ്റി എം എൽ റൈസ് ടു -3, മാസ് ബൈ വോളിയം ആണ് എം എൽ റൈസ് ടു -3. ഡയമെൻഷൻസ് ഓഫ് മ്യൂ ഡൈനാമിക് വിസ്കോസിറ്റി എം എൽ -1 ടി -1. ഡയമെൻഷൻസ് ഓഫ് എൽ ദാറ്റ് ഈസ് എൽ. ഡയമെൻഷൻസ് ഓഫ് വി വെലോസിറ്റി എൽ ടി -1. ഡയമെൻഷൻസ് ഓഫ് ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എൽ ടി -2. ഓക്കെ, എല്ലാത്തിൻ്റെയും ഡയമെൻഷൻസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ഫോം ചെയ്ത ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം എൽ ടി -2 ദാറ്റ് ഈസ് ആർ. ഡയമെൻഷൻസ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റോ റൈസ് ടു എ, മ്യൂ റൈസ് ടു ബി ആൻഡ് എൽ റൈസ് ടു സി ആൻഡ് വി റൈസ് ടു ഡി ആൻഡ് ജി റൈസ് ടു ഇ. ഇനി ഓരോന്നിൻ്റെയും പവേഴ്സ് ഇക്വേറ്റ് ചെയ്യണം. എമ്മിൻ്റെ പവർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എമ്മിൻ്റെ പവർ ഈസ് ഈക്വൽ ടു 1, റൈറ്റ് ഹാൻഡ് സൈഡിൽ എമ്മിൻ്റെ പവർ എ പ്ലസ് ബി ആണ്. ഓരോ പവേഴ്സും നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. പവേഴ്സ് ഓഫ് എം ഈസ് ഈക്വൽ ടു 1 ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ദെൻ പവേഴ്സ് ഓഫ് എൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുക. എൽ ഈസ് ഈക്വൽ ടു എൽ 1 ഈക്വൽ ടു -3a - b plus c plus d plus e, and powers of t -2 equal to -b -d -2e. അപ്പോൾ ഇവിടെ നമുക്ക് there are 5 unknowns and equations are only 3. 3 ഇക്വേഷനും 5 unknowns ഉണ്ട്. അപ്പോൾ എക്സ്പ്രസിങ് ദ 3 unknowns in terms of 2 unknowns. അപ്പോൾ നമ്മൾ 3 unknownsനെ in terms of 2 unknowns എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 4നേക്കാട്ടിലും കൂടുതൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ റയലിക് മെത്തേഡ് വളരെ tedious പ്രോസസ്സായിരിക്കും, വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത്തരം കേസസുകളിൽ സാധാരണ ബക്കിംഗ്ഹാംസ് പൈ തിയറാണ് യൂസ് ചെയ്യുന്നത്. എന്നാലും റയലിക്സ് മെത്തേഡ് വെച്ചും ചെയ്യാം. അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്ത് നോക്കുന്നത്. എക്സ്പ്രസിങ് ദ 3 unknowns in terms of 2 unknowns. Hence express A, C and D in terms of B and E. A, C and D in terms of B and Eയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ എ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? എ ഈക്വൽ ടു 1 - b എക്സ്പ്രസ് ചെയ്യാം. ആൻഡ് സി നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം നോക്കാം. എ ഈസ് ഈക്വൽ ടു 1 - b എക്സ്പ്രസ് ചെയ്യാം. ദെൻ ഡി ഈസ് ഈക്വൽ ടു 2 - b - 2e.
ഈ ക്വസ്റ്റനിൽ ശ്രദ്ധിക്കുക, ഡി ഈസ് ഈക്വൽ ടു ഡി ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ 2 മൈനസ് ബി മൈനസ് 2e. അപ്പം എയും ഡിയും നമ്മൾ ഇൻ ടേംസ് ഓഫ് ബി ആൻഡ് ഇ എക്സ്പ്രസ് ചെയ്തു. നെക്സ്റ്റ് സി, സെക്കൻഡ് ഇക്വേഷനിൽ സി ഈസ് ഈക്വൽ ടു ഇവിടെ സി ഈസ് ഈക്വൽ ടു 1 പ്ലസ് 3a പ്ലസ് ബി മൈനസ് ഡി മൈനസ് ഇ. അവിടെ നമ്മൾ ജസ്റ്റ് ബി ആൻഡ് ഇൻ്റെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ബി ആൻഡ് ഇ ആണ്. ഇവിടെ ഒരു ഡി എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡിക്ക് നമ്മൾ ഈ വാല്യൂ കൊടുക്കും, 2 മൈനസ് ബി മൈനസ് 2e. ദറ്റ് ഈസ് 1 പ്ലസ് 3 ഇൻറ്റു എക്ക് നമ്മൾ 1 മൈനസ് ബിയും കൊടുക്കും. ബി ആൻഡ് ഇൻ്റെ ടേംസിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ എയും ഡിയും ഇവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. എക്ക് എ ഈസ് ഈക്വൽ ടു 1 മൈനസ് ബി കൊടുക്കും. ഡിക്ക് 2 മൈനസ് ബി മൈനസ് 2e. അപ്പോൾ എക്ക് 1 മൈനസ് ബി കൊടുത്തു, ഡിക്ക് 2 മൈനസ് ബി മൈനസ് 2e. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 5 അൺനോൺസ് വന്നിട്ടുണ്ട്. ഇക്വേഷൻസ് 3 എണ്ണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 3 ഇക്വേഷൻസ് ആക്കി കൺവേർട്ട് ചെയ്യണം, 3 ഇക്വേഷൻസ് ആക്കി ചുരുക്കണം. അതുകൊണ്ടാണ് എയും സിയും ഡിയും ഇൻ ടേംസ് ഓഫ് ബി ആൻഡ് ഇ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ ഒന്നുകൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1 പ്ലസ് 3 മൈനസ് 3b പ്ലസ് ബി മൈനസ് 2 മൈനസ് പ്ലസ് ബി പ്ലസ് 2e മൈനസ് ഇ എല്ലാം കൂടെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഇക്വേഷൻ 2 മൈനസ് ബി പ്ലസ് ഇ എന്ന് കിട്ടും. സി ഈസ് ഈക്വൽ ടു 2 മൈനസ് ബി പ്ലസ് ഇ എന്ന് കിട്ടും. അപ്പോൾ എ ആൻഡ് ഡി ആൻഡ് സി 3 ഇക്വേഷൻസും ഇൻ ടേംസ് ഓഫ് ബി ആൻഡ് ഇ നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. Now we got A, D, C are in terms of B and E. ഇനി നമുക്ക് ഈ ഇക്വേഷൻസ് എ ബി സി യുടെ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Substituting the values of A, D, C in equation 1. First equation നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. That is R is equal to K into rho raised to A. എക്ക് നമ്മൾ 1 മൈനസ് ബി വാല്യൂ കൊടുത്തു. മ്യൂ റൈസ് ടു ബി, ബിക്ക് നമ്മൾ ബി എന്നാണ് കൊടുക്കുന്നത്. ബി ആൻഡ് ഇ നമ്മൾ മാറ്റം വരുത്തുന്നില്ല. എ, സി ആൻഡ് ഡി ആർ ഇൻ ടേംസ് ഓഫ് ബി ആൻഡ് ഇ നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ വാല്യൂസ് കൊടുക്കുക. റോ റൈസ് ടു 1 മൈനസ് ബി, മ്യൂ റൈസ് ടു ബി, എൽ റൈസ് ടു സി ദാറ്റ് ഈസ് 2 മൈനസ് ബി പ്ലസ് ഇ ആൻഡ് വി റൈസ് ടു ഡി ദാറ്റ് ഈസ് 2 മൈനസ് ബി മൈനസ് 2e ആൻഡ് ജി റൈസ് ടു ഇ. നെക്സ്റ്റ് റീഅറേഞ്ച് ചെയ്യുക, ഇക്വേഷൻസ് റീഅറേഞ്ച് ചെയ്യുക. ബി പവർ ബി ഉള്ളതെല്ലാം നമ്മളൊരു ടേം ആക്കി എഴുതുന്നു, അതേപോലെ ഇ ഉള്ളതെല്ലാം വേറൊരു ടേം ആക്കി എഴുതുന്നു. ദെൻ വി വിൽ ഗെറ്റ് ആർ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റോ റൈസ് ടു 1 റോ ഇൻറ്റു എൽ സ്ക്വയർ ഇൻറ്റു വി സ്ക്വയർ ഇൻറ്റു റോ റൈസ് ടു മൈനസ് ബി ആൻഡ് മ്യൂ റൈസ് ടു ബി ആൻഡ് എൽ റൈസ് ടു മൈനസ് ബി ആൻഡ് വി റൈസ് ടു മൈനസ് ബി into then L raised to E and V raised to minus 2E and G raised to E. Equation നമ്മൾ B and E in terms of B and E നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞു. then ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ R is equal to റോ ഇൻറ്റു എൽ സ്ക്വയർ ഇൻറ്റു വി സ്ക്വയർ ഇൻറ്റു പോസിറ്റീവ് ഉള്ളതെല്ലാം നോമിനേറ്ററിലും നെഗറ്റീവ് സൈൻ ഉള്ളതെല്ലാം ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം. അപ്പം മ്യൂ റൈസ് ടു ബി ഡിവൈഡഡ് ബൈ റോ റൈസ് ടു ബി, വി റൈസ് ടു ബി, എൽ റൈസ് ടു ബി എല്ലാം കൂടെ നമുക്ക് മ്യൂ ബൈ റോ വി എൽ ഓൾ റൈസ് ടു ബി എന്ന് എഴുതാം. അതേപോലെ എൽ റൈസ് ടു ഇ ഇൻറ്റു ജി റൈസ് ടു ഇ ഡിവൈഡഡ് ബൈ വി റൈസ് ടു 2e എന്ന് എഴുതാം. ഇറ്റ് ഈസ് എൽ ജി ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ഓൾ റൈസ് ടു ഇ. So this equation can be expressed in the form of R is equal to rho L square V square phi of mu by rho VL into LG by V square. ഇവിടെ നമ്മൾ എ ഫംഗ്ഷൻ ഓഫ് എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ നമുക്ക് റൈസ് ടു ബി റൈസ് ടു ഇ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആറിനെ ഈ ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആൻസറിൽ എത്തിയിരിക്കുകയാണ്. R is equal to rho L square V square into phi a function of mu by rho VL into LG by V square.
നമുക്ക് നെക്സ്റ്റ് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് നോക്കാം. സോൾവ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ജൂൺ 2017 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. 20 മാർക്ക് ക്വസ്റ്റ്യനാണ്. ടോട്ടൽ 20 മാർക്കിന് ഒറ്റ ക്വസ്റ്റ്യനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോർ എ ലാമിനാർ ഫ്ലോ ഇൻ എ പൈപ്പ് ദ പ്രഷർ ഡ്രോപ്പ് ഡെൽറ്റ പി ഇൻ പൈപ്പ് ഓഫ് ഡയമീറ്റർ d and length L depends on the density rho and viscosity mu of the flowing fluid. Mean velocity of flow v and average height of the surface roughness of pipe T. Show by Rayleigh's method the pressure drop delta P is given by delta P is equal to rho v square and a function of L by d into T by d into mu by rho vd. 20 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ മൊഡ്യൂളിൽ മാക്സിമം ചോദിക്കുന്നത് 20 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒറ്റ ക്വസ്റ്റ്യൻ തന്നെ 20 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റയലീക്ക് മെത്തേഡ് എന്ന് പ്രത്യേകം പറയുന്നത് കൊണ്ട് നമുക്ക് റയലീക്ക് മെത്തേഡ് വെച്ച് തന്നെ ചെയ്യണം. ബക്കിമാൻ സ്പൈ മെത്തേഡ് വെച്ച് യൂസ് ചെയ്താൽ കിട്ടില്ല. അപ്പോൾ സാധാരണ 4ൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ബക്കിമാൻ സ്പൈ മെത്തേഡാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് ഡെൽറ്റ പി ആണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഡി എൽ റോ മ്യൂ വി ആൻഡ് ടി ഏകദേശം 6ഓളം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് വരുന്നുണ്ട്. അപ്പോൾ ഡെൽറ്റ പി ഈസ് എ ഫങ്ഷൻ ഓഫ് ഡി എൽ റോ മ്യൂ വി ആൻഡ് ടി അങ്ങനെ 6 വേരിയബിളിൻ്റെ ടേംസിൽ എഴുതുക. അപ്പോൾ നമുക്ക് അൺനോൺസ് എ ബി സി ഡി ഇ എഫ് എന്ന് പറഞ്ഞ് 6 അൺനോൺസ് വരും. ബട്ട് 3 ഇക്വേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ 3 അൺനോൺസിനെ മറ്റ് 3 അൺനോൺസിൻ്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഫോം ചെയ്തെടുക്കണം. എ ബി സിയുടെ പിന്നെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ അല്ല, ഇത് ഫൈക്ക് പകരം കൊടുത്തിരിക്കുന്നതാണ്. ഫങ്ഷൻ ഓഫ് എന്നുള്ള എഫ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫുൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 മാർക്ക് കിട്ടും. അപ്പോൾ അതിന് ചെയ്യണമെങ്കിൽ മൊത്തം നമ്മൾ ഓരോന്നിൻ്റെയും ഡയമെൻഷൻസ് അറിഞ്ഞിരിക്കണം. ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ, വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ, വെലോസിറ്റിയുടെ ഡയമെൻഷൻ, ആവറേജ് ഹൈറ്റ് ഓഫ് ദ സർഫസ് റഫ്നെസ് ഓഫ് പൈപ്പിൻ്റെ ഡയമെൻഷൻ, ടിയുടെ ഡയമെൻഷൻ. ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്ന നേരം ഇതിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എൽ ആയിരിക്കും, അതായത് ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ റയലീക്ക് മെത്തേഡ് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ബക്കിംഗ്ഹാം സ്പൈ മെത്തേഡ് ഡിസ്കസ് ചെയ്യാം. അത് നമ്മുടെ നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം.